അതേ നല്ല തഖ്വയാ. ആ ഖൽബിയായ തഖ്വയുള്ളവൻ അവൻ പള്ളികളെ ബഹുമാനിക്കും, അവൻ ഖുർആനിനെ ബഹുമാനിക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ചില ആളുകൾ ഖുർആനിനെ നിസ്സാരപ്പെടുത്തിയിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയാണ് വാട്സപ്പുകളിലൂടെ. എനിക്കൊരു ചങ്ങാതി മെസ്സേജ് അയച്ചു. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ സൂറത്തുകളുടെ പേരിൽ തമാശകൾ ഉണ്ടാക്കിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്നതായി അവതരിപ്പിച്ചു. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ പേരിലോ ഖുർആനിൽപ്പെട്ട സൂറത്തുകളുടെ പേരിലോ സൂറത്തുകളുടെ ഉള്ളിലുള്ള ആയത്തുകളുടെ പേരിലോ നമ്മൾ ഒരിക്കലും തമാശകളോ പരിഹാസങ്ങളോ നടത്താൻ പാടില്ല. അത് തഖ്വക്ക് എതിരാണ്, ബഹുമാനത്തിനെതിരാണ്. എന്താ ഈ മെസ്സേജിൽ പറയുന്നത്? സത്യത്തിൽ ആ മെസ്സേജ് വായിച്ചപ്പോ ഞാനും ചിരിച്ചു പോയി. ഞാനിങ്ങനെ പറഞ്ഞ നിങ്ങളും ചിരിച്ചു പോകുമെന്ന് എനിക്കറിയോ. എന്തേ? സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരനെ പെണ്ണ് കാണാൻ പോവാ. ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരന് പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ 3 പേര് പോയി പെണ്ണ് കാണാൻ. ഒരാൾക്കേ പെണ്ണ് കാണാനുള്ളൂ, മറ്റു 2 ആൾ കൂടെ സഹകരിച്ചതാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടെ സഹകരിക്കാൻ നല്ലതാണല്ലോ. പോയിട്ട് പെണ്ണ് കാണണ്ട, ആരാണോ കല്യാണം കഴിക്കാനുള്ളത് അയാൾ കണ്ടാ മതി. അവന്റെ 2 കൂട്ടുകാരും കൂടി പോയിട്ട് പെണ്ണ് കാണണ്ട. പെണ്ണ് എല്ലാ 3 ആൾക്കും ഉള്ളതല്ല, അത് ഈ കല്യാണം കഴിക്കാൻ ഇവനുള്ളതാണ്. അപ്പൊ അവൻ മാത്രം പോയി കണ്ടാ മതി. അപ്പൊ കൂടെ പോയി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുറത്തിങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ നോക്കിയിട്ട് ഉറപ്പായാൽ വല്ല ചായ എന്റെ കാപ്പിന്ന് കുടിക്കാൻ കിട്ടുകയാണെങ്കിൽ കുടിച്ച് വരാന്നല്ലാതെ ഞങ്ങളും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കാണാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ ഓരോ വിഷയത്തിൽ ഓരോ സഹകരണമാണ്. അപ്പൊ ഞാനിവിടെ തങ്ങൾ സ്വലാത്ത് മജ്ലിസ് നടത്തുമ്പോ എന്നെ കൊണ്ടുള്ള സഹകരണം എപ്പോഴെങ്കിലും ഒരിക്കലും ഇവിടെ വന്നിട്ട് ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ഈ സദസ്സിന്റെ ബർക്കത്ത് എടുക്കല, അതാണ് എന്റെ സഹകരണം. ആ സഹകരണമാണ് മഹാന്മാരായ സാദാത്തുക്കൾ ഇവിടെ വേദിയിൽ കാണിക്കുന്നത്. അവരൊക്കെ തിരക്കിട്ട ആളുകളാണെങ്കിലും സാദാത്തുക്കൾ ഇവിടെ വന്ന് സഹകരിക്കുക. അപ്പൊ നാട്ടുകാരായ നിങ്ങളെ സഹകരണം എന്താണ്? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹകരിക്കുക. അപ്പോ നല്ലൊരു മജ്ലിസ് നടത്തുമ്പോ ഈ മജ്ലിസിന്റെ പുണ്യവും ബറക്കത്തും നേടിയെടുക്കാൻ ഇവിടെ വന്നിരിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ നല്ലതിനോട് സഹകരിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോ ഈ 3 പേര് പോയി പെണ്ണ് കാണാൻ വേണ്ടി പോയി. നിങ്ങൾ ഈ കായംകുളം പരിസരത്തോ ആലപ്പാട് അരിപ്പാടോ ഒന്നും അല്ലട്ടോ, ഇത് വേറെ സ്ഥലത്ത് നടന്ന സംഭവം. അങ്ങനെ 3 പേര് പോയി. അങ്ങനെ പെണ്ണ് കണ്ടപ്പോ പെണ്ണിന്റെ ബാപ്പ ചോദിച്ചു, ഉപ്പ ചോദിച്ചു. എന്റെ സംസാരത്തിൽ കുറച്ചൊക്കെ ബാപ്പയും ഉപ്പയും അങ്ങനെ പലതും വരൂട്ടോ. കാരണം ഞാൻ ഈ ഭാഗക്കാരനൊന്നുമല്ല. ഈ ഭാഗം ഇവിടുത്തെ ഭാഷയും നമ്മുടെ നാട്ടിലെ ഭാഷയൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഞാന് കർണാടകയിലും പ്രസംഗിക്കേണ്ടി വരും. നിങ്ങൾ ഇവിടെ വന്നാൽ ഇവിടെയും പറയേണ്ടി വരും. ഇനിയിപ്പോ കോഴിക്കോട് പോയാൽ അവിടെയും പറയേണ്ടി വരും, മലപ്പുറത്ത് പോയാൽ അവിടെയും പറയേണ്ടി വരും. കർണാടകയിൽ തന്നെ എന്റെ കളസന്റെ ആ ഭാഗത്ത് പറയേണ്ടി വരും, മംഗലാപുരം. അപ്പൊ ഓരോ സ്ഥലത്തെത്തിയപ്പോ ഓരോ ഭാഷയിൽ പറയേണ്ടി വരും. അപ്പൊ ഇന്നലെ ഞാൻ കാസർഗോഡ് പേരാൾ കണ്ണൂർ എന്ന സ്ഥലത്ത് വലിയ ഉറൂസിന്റെ സദസ്സായിരുന്നു, വലിയ സദസ്സ്. അപ്പൊ അവിടെ വെച്ച് സംസാരിക്കുമ്പോ ഞാൻ പറയുന്ന ഭാഷയല്ല ഇവിടെ പറയാ. ഇവിടെ പറയുന്ന ഭാഷയല്ല ഞാൻ നാളെയല്ല മറ്റന്നാൾ ഒറ്റപ്പാലത്ത് പ്രസംഗിക്കുമ്പോ പറയേണ്ടി വരിക. ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ചിലപ്പോ എന്റെ ഭാഷയിൽ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊന്നും വന്നാൽ അത് കേട്ട് രസിക്കുക സഹിക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയുമില്ല. എനിക്ക് അനുവദിച്ച സമയം വരെ ഞാൻ പ്രസംഗിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത് 3 പേരങ്ങ് പോയി. പെണ്ണ് കണ്ട് ഉറപ്പിച്ചു. അപ്പൊ പെണ്ണിന്റെ ഉപ്പ ഈ വന്ന 3 കൂട്ടരോട് പുതിയാപ്പിളല്ലാത്ത വേറെ 2 ചങ്ങായിമാരോട് ചോദിച്ചു. ഒരുത്തനോട് ചോദിച്ചു, എന്താടാ നിന്റെ പേരും ചോദിച്ചു. അപ്പൊ ഓൻ പറഞ്ഞു, എന്റെ പേര് യൂസുഫ് എന്നാണ്. അപ്പൊ ഈ പെണ്ണിന്റെ ഉപ്പ പറഞ്ഞു ഈ യൂസുഫിനോട്, ഖുർആനിലുണ്ടല്ലോടാ യൂസുഫ് എന്ന സൂറത്ത്. അതെ ഉണ്ട്. അപ്പൊ അത് നിനക്ക് അറിയാമോ? യൂസുഫ് സൂറത്ത് അറിയാമോ? അറിയാം. എന്നാ പിന്നെ ഒന്ന് ഓതിത്താ. പൂർണ്ണമായിട്ട് ഓതി കൊടുത്തു. അപ്പൊ സന്തോഷായി. കാരണം കൂട്ടുകാർ തന്നെ നല്ലവരാ. അങ്ങനെയാണല്ലോ. ഒരുത്തന് പെണ്ണ് പുതിയാപ്പിളനെ ഉറപ്പിക്കണമെങ്കിൽ പുതിയാപ്പിളിന്റെ കൂട്ടുകാർ നല്ലവരാണോ നോക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണത്. ഒരാളെ നിങ്ങൾ വിലയിരുത്തണമെങ്കിൽ അയാളെ കൂടെ നടക്കുന്ന ആളുകളെ നോക്കണം, ടീം നോക്കണം. ടീം നല്ലവരായാൽ അയാളും നല്ലവരാണ്. ടീം മോശക്കാരാണെങ്കിൽ പിന്നെ മറ്റാളെ കുറിച്ച് കൂടുതൽ നല്ലാവാൻ വളരെ കുറവായിരിക്കും. അല്ലാതെ ചിലരുണ്ടാവാൻ നാദിറുക്കലമായതു എന്ന് പറഞ്ഞ പോലെ, അല്ലാതെ കൂടുതലും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇയാൾക്ക് വലിയ സന്തോഷമായ കൂട്ടുകാരൻ യൂസുഫൊക്കെ അറിയാവുണ്ട്, മറ്റൊന്ന് പുതിയാപ്പിളക്ക് ഏതായാലും ഖുർആൻ മൊത്തം അറിയും. അപ്പൊ വീണ്ടും കൂടെ വന്ന വേറൊരു ചെറുപ്പക്കാരോട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ പേര് യൂനുസ് എന്നാണ്. അപ്പൊ ഈ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, ഖുർആനിൽ യൂനുസും ഉണ്ടല്ലോ സൂറത്ത്. യൂസുഫ് മാത്രമല്ലല്ലോ, ഖുർആനിൽ യൂനുസ് സൂറത്ത് ഉണ്ടല്ലോ. അതുണ്ട്. അപ്പൊ യൂനുസ് സൂറത്ത് നിനക്ക് ഓതാൻ അറിയാമോ? അറിയാം. അറിയാൻ വയ്യാന്നല്ല പറഞ്ഞ, അറിയാന്ന്.
എന്നാ പിന്നെ ഒന്ന് ഓതി തന്ന സന്തോഷമാണല്ലോ, ഓതി കൊടുത്തു. ഇനിയിപ്പോ അടുത്തത് പുതിയ പെണ്ണ് കാണാൻ വേണ്ടി വന്ന പുതിയാപ്പനോടാ ചോദ്യം. അപ്പൊ ഇവനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. കാരണം മറ്റേ രണ്ടാൾ യൂസുഫും യൂനുസും ഓതി കൊടുത്തതാ, അത്യാവശ്യം വലിപ്പമുള്ള സൂറത്തുകളാണ്. അപ്പൊ ഇവനോട് ചോദിച്ചു എന്താണ് നിന്റെ പേര്? അപ്പൊ ഇവനൊരു ഇങ്ങനെ, ഞാനിപ്പോ ഖുർആന്റെ പേര് പറയാതിരുന്ന വിഷമല്ലേ, മറ്റു രണ്ടാൾക്കും ഖുർആന്റെ സൂറത്തിന്റെ പേരാണ്, എനിക്കും കൂടെ ഒരു ഖുർആന്റെ സൂറത്തിന്റെ പേരെന്നായിക്കോട്ടെ. ഇവൻ പറഞ്ഞു എന്റെ പേര് യാസീൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ചങ്ങായിക്ക് യാസീൻ ഓതാൻ അറിയില്ല. അപ്പൊ ഇവൻ ഉടൻ തന്നെ പറഞ്ഞു, അമ്മോശൻ ഈ പെണ്ണിന്റെ വാപ്പയും കാലം ഇവനോട് എന്നാ പിന്നെ യാസീൻ ഒന്ന് മൊത്തം ഓതിത്താന്ന് പറഞ്ഞാല് ഇവൻ ഓതി കൊടുക്കാതിരുന്ന മോശല്ലേ. അപ്പൊ ഇവൻ പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, പിന്നെ എന്റെ പേരൊക്കെ യാസീൻ ആണെങ്കിലും ജനങ്ങളൊക്കെ നാട്ടുകാരൊക്കെ എന്നെ വിളിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. എന്താ കാരണം? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ പിന്നെ കുറച്ചങ്ങ് ഓതി കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിരിച്ചതുപോലെ ഈ മെസ്സേജ് ഒരു ചങ്ങാതി എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നപ്പോ ഞാനും ചിരിച്ചുപോയി. പക്ഷേ ഖുർആൻ ബഹുമാനിക്കേണ്ട വചനങ്ങളാണ്, ബഹുമാനിക്കേണ്ട സൂറത്തുകളാണ്, ബഹുമാനിക്കേണ്ട ആയത്തുകളാണ്, ബഹുമാനിക്കേണ്ട കിതാബാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ഖുർആനിൽ സംശയമില്ലല്ലോ, ഖുർആനിൽ സംശയമില്ല സുഹൃത്തുക്കളെ. അപ്പൊ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കൽ അത് ഇസ്ലാമാ.